നമ്മൾ ഈ HTC ലീക്കേജ് ക്ലാമ്പിമീറ്റർ വെച്ചിട്ട് നമ്മൾ ഈ ലൈനിലുള്ള എത്ര ലീക്കേജ് ഉണ്ട് എന്നുള്ളത് ഒന്ന് നോക്കാൻ പോവുകയാണ്. അപ്പോൾ ഇത് നമ്മൾ ഒരു 40 മുതൽ 400 മില്ലി ആംപിയർ വരെയാണ് ഇതിൽ ലീക്കേജ് ടെസ്റ്റ് ചെയ്യാൻ പറ്റുക. അപ്പോൾ നമ്മളിതിൽ 40 ഇട്ടിട്ടാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ ലൈനിൽ എത്ര മില്ലി ആംപിയർ ലീക്കേജ് ഉണ്ടെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കിതിൽ കിട്ടുന്നത് 2 മില്ലി ആംപിയർ 2.24 മില്ലി ആംപിയർ കറണ്ട് ലീക്കേജാണ് ടോട്ടൽ നമ്മളെ ഈ ലൈനിൽ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതൊരു അതിൻ്റെ അടിയിലൊരു ബാർ ഗ്രാഫും കാണിക്കുന്നുണ്ട്. നമ്മൾ ആ ഫ്രീക്വൻസി കയറി ഇറങ്ങുന്നതിൻ്റെ ഒരു ഗ്രാഫും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഏകദേശം ഒരു ആക്യുറസി ആയിട്ടുള്ള വാല്യൂ ആണെന്ന് നമുക്ക്, അതായത് ലീക്കേജ് കറണ്ട് ആണെന്ന് നമുക്ക് തീരുമാനിക്കാം. അപ്പോൾ ഇതാണ് നമ്മളെ ഈ HTC ലീക്കേജ് ക്ലാമ്പ് മീറ്ററിൽ നമുക്ക് ലീക്കേജ് അറിയാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ നമ്മൾ ഈ ക്ലാമ്പ് മീറ്ററിൽ ലീക്കേജ് ക്ലാമ്പ് മീറ്ററാണ് HTCൻ്റെ CL2054 എന്ന് പറഞ്ഞിട്ടൊരു മോഡലിൽ വരുന്നതാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഓപ്ഷൻസ് ഒരുപാടുണ്ട്. അതിൽ നമ്മൾ മെയിനായിട്ട് ഇതിൽ ലീക്കേജ് കറണ്ടാണ്. പിന്നെ നമുക്ക് ആംബിയർ, വോൾട്ടേജ്, കണ്ടിന്യൂറ്റി ഇതൊക്കെ നമുക്ക് നോക്കാം. പക്ഷെ മാക്സിമം നമ്മളിതിൽ നോക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതിൽ ലീക്കേജും ആംബിയറും ആണ് ഇപ്പോൾ കാര്യമായിട്ട് നമ്മളിതിൽ നോക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഈ ഇതിലൊരു ആരോ മാർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ വയറൊക്കെ ഇടുമ്പോൾ നമുക്ക് കറക്റ്റ് ഇങ്ങനെ കണ്ടക്ടർ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഈ ആരോ മാർക്ക് കൊടുത്ത ഭാഗത്തേക്ക് കയറി പോകുന്ന രീതിയിലാണ് നമ്മൾ ഇതിലേക്ക് ക്ലാമ്പ് ചെയ്യേണ്ടത്. ഏകദേശം നമ്മൾ ഒരു നോർമലി ഹൗസ് വയറിങ്ങിൻ്റെ ഇതിനൊക്കെ പറ്റിയ ഒരു ക്ലാമ്പാണ്. കാരണം ഒരുപാട് വിടുത്തൊന്നും ഇല്ലെങ്കിലും അത്യാവശ്യം ചെറിയൊരു രീതിയിലുള്ള ഒരു ക്ലാമ്പൊക്കെ ചെയ്യാൻ വേണ്ടി നമുക്ക് പറ്റും. ചെറിയ വയറിങ് അല്ല UGയിലൊന്നും നമുക്ക് ക്ലാമ്പിങ് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത്രയും ചെറിയ ആണ് ഇതിൻ്റെ ഈ വരുന്നത്. അപ്പോൾ കാര്യമായിട്ട് നമുക്കിതിൽ ഡിസ്പ്ലേ വലിയൊരു ഡിസ്പ്ലേ ആണ്. പിന്നെ ഓണാക്കി കഴിഞ്ഞാൽ ഇതിൽ താഴെ ഇത് കണ്ട ഒരു ബാർ മെനു എന്ന് പറഞ്ഞു കൊടുത്ത ഒരു ബാർ ഗ്രാഫ് നമുക്ക് കിട്ടും. കറണ്ടിലൊക്കെ ഓൾറെഡി ലീക്കേജ് കറണ്ട് പാസ് ചെയ്യുന്നതിൻ്റെ ഒരു ബാർ ഗ്രാഫ് കിട്ടും. പിന്നെ ഈ AC എന്നുള്ളവിടുത്ത് നമുക്ക് ആംബിയർ കറക്റ്റ് കൃത്യമായിട്ടെല്ലാം കാണിക്കും. പിന്നെ ഇതിൻ്റെ ഒരു മിനിമം മാക്സിമം എന്നുള്ളൊരു കറണ്ട് ആ റീഡിങ്ങും കാണിക്കും. നമ്മൾ ആ ഓപ്ഷൻസിൽ കൊടുത്തു കഴിഞ്ഞാൽ മിനിമത്തിലും മാക്സിമത്തിലൊക്കെ നമുക്ക് ഇതിൻ്റെ റീഡിങ് കിട്ടും. പിന്നെ ഓട്ടോ പവർ ഓഫ് ആണ്. ഒരു ലിമിറ്റ് കഴിഞ്ഞാൽ നമുക്കിത് ഓഫാവും. പിന്നെ ഒരു 2 പ്രോബുണ്ട്. അതുപോലെ തന്നെ ഇതിൽ നമുക്ക് നമുക്ക് എടുത്ത ഇത് നമുക്ക് ആംബിയർ നമുക്ക് ഹോൾഡ് ചെയ്ത് നിർത്താം. നമ്മൾ എന്താണോ നമ്മൾ നോക്കിയത് ആ റീഡിങ് നമുക്കിവിടെ ഹോൾഡ് ചെയ്ത് നിർത്താൻ വേണ്ടി പറ്റും. അപ്പോൾ കാര്യമായിട്ട് ഇതാണ് നമ്മൾ ലീക്കേജാണ് ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. അത് പിന്നെ 4 ആംബിയർ മുതൽ 100 ആംബിയർ വരെയാണ് ഇതിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത്. ലോഡ് ആംബിയർ കപ്പാസിറ്റി അളക്കാൻ പറ്റുന്നത്. പിന്നെ അതുപോലെ ലീക്കേജ് എന്ന് പറഞ്ഞാൽ 40 മുതൽ 400 മില്ലി ആംബിയർ വരെയാണ്. പിന്നെ 400 വോൾട്ട് വരെ നമുക്ക് നോക്കാം. പിന്നെ കണ്ടിന്യൂറ്റി ഉണ്ട്. അപ്പോൾ പ്രത്യേകം നോക്കേണ്ടത് കണ്ടിന്യൂറ്റിയിലേക്കൊക്കെ മാറിക്കഴിഞ്ഞാൽ നമ്മൾ വോൾട്ടും കണ്ടിന്യൂറ്റിയും അടുത്തടുത്തായതുകൊണ്ട് ഇത് ഓപ്ഷൻ മാറിക്കഴിഞ്ഞാൽ നമുക്കിത് മീറ്റർ അടിച്ചു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഒന്നുകിൽ ക്ലാമ്പിങ് മാത്രം ആംബിയർ മാത്രം ഇതിൽ നോക്കുക, അതല്ലെങ്കിൽ നമ്മൾ ലീക്കേജ് കറണ്ട്. ബാക്കിയുള്ള ആവശ്യങ്ങൾക്കൊക്കെ നമ്മൾ മറ്റ് മീറ്ററുകൾ ഉപയോഗിക്കുക. ഓക്കെ.